ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതര ഭാരതോ നിമഗ്നേ. ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. നാരായണ 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 കൃഷ്ണ നാരായണ 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 കണ്ണ നാരായണ നാരായണ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പാലാഴി കടയാൻ തുടങ്ങുകയാണ് ദേവന്മാരും അസുരന്മാരും കൂടെ കൂടി. വാസുകിയെ കൊണ്ടുവന്നു, മന്ദരപർവ്വതത്തിൽ ചുറ്റി സകല മരുന്നുകളും കൊണ്ടുവന്നിട്ടിട്ടുള്ള പാലാഴി കടയാനായിട്ട് തുടങ്ങി. ക്ഷുഭിത ജല ഉദരേ, വെള്ളത്തിന്റെ ഉൾഭാഗം. ജല ഉദരേ, ഉദരേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളില് ഉൾഭാഗം ആകെ കലങ്ങിമറിയുന്ന, ക്ഷുഭിതമായ കലങ്ങിമറിയുന്ന ദുഗ്ധാബ്ദൗ, ദുഗ്ധം പാല്, അബ്ദൗ എന്ന് പറഞ്ഞാൽ അബ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സമുദ്രം. ഇപ്പൊ ഇവിടെ പാലാഴിയിൽ വെള്ളത്തിന്റെ ഉൾഭാഗമാകെ കലങ്ങി മറിയുന്ന ആ പാലാഴിയിൽ മഥനം തുടങ്ങിയപ്പോൾ തദാനീം അപ്പോൾ ക്ഷുബ്ധ അദ്രൗ, കടകോലായ ആ മന്ദരപർവ്വതം ക്ഷുബ്ധ വല്ലാതെ തിരിഞ്ഞപ്പോൾ, അതിൻ്റെ ആ തിരിയലിന്റെ ആ അതിശക്തി കൊണ്ട് വല്ലാതെ അങ്ങോട്ട് തിരിയാൻ തുടങ്ങിയപ്പോൾ ഗുരുതര ഭാരത, അതിമഹത്തായ ഭാരത, ഭാരത്താൽ, അതിൻ്റെ ആ ഭാരത്താൽ നിമഗ്നേ താണുപോവുകയും, വെള്ളത്തിലേക്ക് താണുപോയി. അതിശക്തിയായിട്ട് രണ്ടു വശത്തു നിന്നും ദേവന്മാരും അസുരന്മാരും വാസുകിയുടെ തലയും വാലും പിടിച്ച് വലിച്ച് കടയാൻ തുടങ്ങിയപ്പോൾ, പർവ്വതത്തിന് നല്ല ഭാരമുള്ള പർവ്വതമാണ്, ആ പർവ്വതം ശക്തിയായിട്ടുള്ള കടച്ചിൽ വന്നപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി, താണുപോയി. ദേവേഷു, ദേവന്മാര് വ്യഥിതതമേഷു, വളരെയേറെ ദുഃഖിക്കുകയും ചെയ്തു ആ സമയത്ത്. അപ്പൊ വെള്ളത്തിലേക്ക് പർവ്വതം താണുപോവുകയും ദേവന്മാര് അത്യധികം ദുഃഖിതരാവുകയും ചെയ്ത ആ സമയത്ത് തത് പ്രിയൈഷി, ആ ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി, പ്രിയത്തിനു വേണ്ടി, ത്വം നിന്തിരുവടി, കഠോര പൃഷ്ടാം, കഠോര കടുപ്പമുള്ള പൃഷ്ടാം, പൃഷ്ഠഭാഗത്തോടു കൂടിയ, പുറം ഭാഗത്തോടു കൂടിയ, കടുപ്പമുള്ള പുറം ഭാഗത്തോടു കൂടിയ കമഠതനും, കമഠം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂർമ്മമാണ്, ആമ. ആ കമഠതനും, തനു ശരീരം, ആ ആമയുടെ ശരീരം, രൂപം പ്രാണൈഷി ഇവിടെ സ്വീകരിച്ചു. വെള്ളത്തിന്റെ ഉൾഭാഗമാകെ അങ്ങോട്ട് കലങ്ങി മറിഞ്ഞു കടയാൻ തുടങ്ങിയപ്പോൾ പർവ്വതത്തിന്റെ ഭാരം കൊണ്ട് അത് ഈ കടച്ചിലിനിടയിൽ വെള്ളത്തിലേക്ക് താണുപോവുകയും ചെയ്തു. ദേവന്മാരെല്ലാം വളരെയധികം പരിഭ്രമിച്ചു, വളരെ ദുഃഖമായി അവർക്ക്.
അപ്പൊ അവരുടെ ആ സങ്കടം തീർക്കുവാൻ വേണ്ടി, അവരെ സന്തോഷവാന്മാരാക്കുവാൻ വേണ്ടി ഭഗവാൻ ഇവിടെ കട്ടിയുള്ള പുറന്തോടോടു കൂടിയ ഒരു ആമയുടെ രൂപം എടുത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.